പാലക്കാട് മുതലമടയിൽ ആദിവാസി മധ്യവയസ്കനെ റിസോർട്ടിൽ പൂട്ടിയിട്ട സംഭവത്തിൽ റിസോർട്ട് ഉടമ രംഗനായകി അറസ്റ്റിൽ. റിസോർട്ട് നടത്തിപ്പുകാരനായ ഇവരുടെ മകൻ പ്രഭു ഒളിവിലാണ്. ശ്രീകുമാരൻ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, വല്ലാത്ത ക്രൂരതയാണ് അതിനോട് കാണിച്ചത്. നമ്മൾ കണ്ടതാണ്. ഭക്ഷണമോ വെള്ളമോ ഒന്നും കുടിക്കാനോ അല്ലെങ്കിൽ മതിയായ ഈ ശുചി മുറിയിൽ പോലും പോകാൻ കഴിയാത്ത വിധം മുറിയിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതിന് നടപടി ഉണ്ടായിരിക്കുന്നു എന്നാണ്. ആ നടപടി എന്നാൽ ആദ്യ നടപടി എന്ന് വേണമെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാം. കാരണം ഈ റിസോർട്ടിന്റെ ഉടമയായ വ്യക്തിയെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രംഗനായകി അവരുടെ പേരിലാണ് റിസോർട്ട് ഉള്ളത്. ഒരു നടപടിക്രമം മാത്രമാണ്. ഇവരും അതുപോലെ തന്നെ ഇവരുടെ മകൻ നടത്തിപ്പുകാരനായ പ്രഭുവും ചേർന്നാണ് ഇത്തരത്തിൽ വെള്ളയപ്പനെ പൂട്ടിയിട്ടത് എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണ് നാട്ടുകാർക്ക് ഈ വിവരം ലഭിക്കുന്നത്. എന്തായാലും നാട്ടുകാരെ ഈ വിവരം അറിയിച്ച മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെയും കൂടി കാണുന്നില്ല എന്നൊരു പരാതി നാട്ടുകാർ പറയുന്നുണ്ട്. പോലീസും അത് ഒരു ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ പ്രഭുവിനൊപ്പം തന്നെ അയാളും പോയിരിക്കാമെന്നൊരു സൂചനയാണ് പോലീസ് ഇതിനകം തന്നെ നൽകുന്നത്. അയാളും ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇരുവരും ചേർന്നാണ് ഇത്തരത്തിൽ മദ്യപിച്ചത് എന്ന് പറയുന്നു. ഇതിലൊരു മറുവാദം എന്നത് ഇത്തരത്തിൽ സ്ഥിരമായി ഇങ്ങനെ മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് പൂട്ടിയിടുകയാണ് ചെയ്യാറുള്ളത്. അതാണ് പതിവ് എന്നാണ് ഇവരുടെ ഈ പ്രതികൾ പറയുന്നത്. പക്ഷേ പോലീസ് അത് പൂർണ്ണമായി മുഖവിലേക്ക് എടുത്തിട്ടില്ല. എന്തായാലും പ്രഭുവിന് മറ്റു സ്ഥലങ്ങളിൽ, കൊടൈക്കനാൽ അടക്കമുള്ള മറ്റു സ്ഥലങ്ങളിലും റിസോർട്ട് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അവിടെയൊക്കെ പരിശോധനകൾ നടക്കുന്നുണ്ട്. അതിനുശേഷം പ്രഭുവിനെ കൂടി അറസ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. എന്തായാലും രംഗനായകയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി ഒരുപക്ഷെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ് ആലോചിക്കുന്നത്. എന്തായാലും വെള്ളയപ്പൻ്റെ ആരോഗ്യനിലയിൽ ഇപ്പോൾ കാര്യമായ കുഴപ്പങ്ങളില്ല. അദ്ദേഹം പക്ഷേ ജില്ലാ ആശുപത്രിയിൽ തുടരുകയാണ്. ശരി. പാലക്കാട് മുതലമടയിലാണ് ഈ സംഭവം. ആദിവാസി മധ്യവയസ്കനെ റിസോർട്ടിൽ പൂട്ടിയിട്ട സംഭവത്തിൽ ഇപ്പോൾ റിസോർട്ടിന്റെ ഉടമ രംഗനായകി അറസ്റ്റിലായിരിക്കുന്നു. ശ്രീകുമാരനാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.